ഹലോ ഗേസ്, വളരെ ടേസ്റ്റി ആയിട്ടൊരു മക്രോണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് മക്രോണി ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ചൂടായതിനു ശേഷം കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. 2 ചെറിയ വലിയ ഉള്ളി കനം കുറച്ച് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്തു. അതിലേക്ക് 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നന്നായി ഒന്ന് ചിക്കിയെടുത്തു. ആവശ്യത്തിന് മല്ലിയിലയും എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുത്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ മക്രോണി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തു. മക്രോണി വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് തണുത്ത വെള്ളം കൊണ്ടൊന്ന് ഊറ്റിയെടുക്കണം. ഇവിടെ മക്രോണി കുറച്ച് വേവ് ഏറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വീണ്ടും കുറച്ച് ചപ്പും ടൊമാറ്റോ സോസും ചേർത്തു. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ചിക്കന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതിന് മുകളിൽ 2 ചീസിൻ്റെ 2 സ്ലൈസ് വെച്ചിട്ട് നന്നായി ഒന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തു. ഈ ചീസെല്ലാം മെൽറ്റായി വരുന്നവരെ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മക്രോണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്